പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2 ദിവസത്തെ തീരാമഴ മാറ്റിവെച്ച ഒരു യാത്രയായിരുന്നു ഇന്ന് പോയത്. ദിശയറിയാതെ അവൾ പറഞ്ഞു തന്ന ആ വഴിയിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്ന സുന്ദരി പൂക്കൾ, വീട്ടിലേക്ക് കടക്കുന്ന വഴി മുതൽ പടിപ്പുരയോളം നീണ്ടു നിൽക്കുന്ന ഭംഗിയുള്ള പ്ലാന്റുകൾ, ഇതൊരനുഭവം തന്നെയായിരുന്നു. വളരെ ഭംഗിയായിട്ട് നീറ്റായി സൂക്ഷിച്ച ഈ പ്ലാന്റുകളെ കണ്ടാലറിയാം അത് ഒരുക്കിയെടുക്കുന്ന ഉടമസ്ഥയുടെ കരവിരുത്. ബിഗോണിയ തേടിയുള്ള യാത്രയായിരുന്നു. എൻ്റെ കയ്യിൽ ഇത്രയും കളക്ഷൻ ബിഗോണിയ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്കൊരു ഫോട്ടോ അയച്ചു തരുന്ന സമയത്ത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവളുടെ ഓരോ പ്ലാന്റുകളും വളരെ ലാളിത്യത്തോടെ എനർജറ്റിക് ആയിട്ടായിരുന്നു ഞാൻ കണ്ടത്. മനോഹരമായ മുറ്റത്തിൻ്റെ അങ്ങിങ്ങായി നിൽക്കുന്ന സുന്ദരികളായ പ്ലാന്റുകൾ. വളമായിട്ട് ഇവർക്ക് എന്ത് കൊടുക്കുന്നു എന്നുള്ള ചോദ്യത്തിന് കാലിവളവും അതുപോലെ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ പഴത്തൊലി വെള്ളത്തിലിട്ട് അതൊഴിച്ചു കൊടുക്കാറുണ്ട് എന്നായിരുന്നു ഉത്തരം. വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു. പ്ലാന്റുകളെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പ്രിയ കൂട്ടുകാരി ആയിഷ ലസ്നയുടെ പ്ലാന്റുകളുടെ കളക്ഷനും ഭംഗിയും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ക്രിപ്താന്തസും അതുപോലെ തന്നെ കാക്ടസും ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അഡീനിയം ചെടികളുടെ വലിയ ഒരു കളക്ഷൻ തന്നെ അവളുടെ കയ്യിലുണ്ട്. ഓരോ ചെടികളെയും അതിൻ്റെതായ സ്ഥാനങ്ങളിൽ അതിൻ്റെതായ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ 7 തരം ബിഗോണിയകളുടെ അവകാശിയായി മാറി. ഏകദേശം പ്ലാന്റുകളൊക്കെ ഉഷ നഴ്സറിയിൽ നിന്നും കളക്ട് ചെയ്തതാണ്. അവളും എന്നെ പോലെ ഉഷ നഴ്സറിയിൽ നിന്ന് തന്നെയാണ് കൂടുതൽ പ്ലാന്റും കളക്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്ത് പലതരത്തിലുള്ള ജറബറ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മനോഹരമായ പൂവുകളും അതിൽ വിടർന്നു നിൽക്കുന്നുണ്ട്. ജറബറ ചെടികളുടെയൊക്കെ ഗ്രോത്ത് കാണുമ്പോൾ നമുക്കറിയാം അവൾ എത്രമാത്രം ആ ഒരു പ്ലാന്റുകളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന്. മതിൽക്കെട്ടിന്റെ ഓരോ ഭാഗത്തും പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാനുള്ള ഓരോ സെക്ഷനായിട്ട് തന്നെ പണിതെടുത്തിട്ടുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലുള്ള പൂക്കളാണ് ജറബറ ചെടികളിലുള്ളത്. കറ്റാർ വാഴ തൈകളും ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 3/4 ചെടികളും മൺചട്ടിയിലാണ് വളരുന്നത്. മറ്റുള്ള ഓരോ ചെടികളെയും പോലെ ഭംഗിയായി യൂഫോർബിയ ചെടികളും നട്ടുപിടിപ്പിച്ച് അവർക്കായിട്ടും ഒരിടം ഇവിടെ നൽകിയിട്ടുണ്ട്. പുതുതായി വാങ്ങിയ ചെടികളെല്ലാം പ്ലാസ്റ്റിക് പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. കലേഡിയം പ്ലാന്റുകളുടെ കളക്ഷനുകൾക്കിടയിൽ തൊടിയിൽ നിന്ന് പോലും പറിച്ചെടുത്ത് ചട്ടികളിൽ ഭംഗിയോടെ വളർത്തിയെടുത്തിട്ടുണ്ട്. മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന 10 മണി പൂക്കളെല്ലാം മഴത്തുള്ളികൾ നശിപ്പിച്ചിട്ടുണ്ട്. ഒരുമയോടെ നിരനിരയായി ഒരു മതിൽക്കെട്ടിന്റെ ഭാഗം മൊത്തം 10 മണി പൂക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പിന്നീടുള്ള ഒരു സെക്ഷൻ ബൊഗൻവില്ലയുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആയ ബൊഗൻവില്ല നല്ല വെയിൽ കിട്ടുന്ന അതേ സ്ഥാനത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഏത് തരം പ്ലാന്റിന് ഏത് ഭാഗമാണ് ഉചിതം എന്നത് ഈ ഒരു ഗാർഡനിൽ വളരെ ശരിയായ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സിങ്കോണിയത്തിന്റെ വിഭാഗമാണ് ഇവ. പിന്നീട് പൂക്കളുടെ റാണിയായ റോസാപ്പൂക്കളുടെ വളരെ നീണ്ട ഒരു നിര തന്നെ ഇവിടെയുണ്ട്. വലുതും ചെറുതുമായ പൂക്കളുള്ള ഭംഗിയുള്ള റോസാപ്പൂക്കൾ. ചാണകവും മുട്ടത്തൊണ്ടും ആണ് ഇവർക്ക് വളമായിട്ട് നൽകിയിട്ടുള്ളത്. നന്നായി പൂക്കളും മൊട്ടുകളും ഒക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. എൻ്റെ ക്യാമറയ്ക്ക് അതിമനോഹരമായ ഒരു കാഴ്ച സമ്മാനിച്ച് കളർഫുള്ളായ ഒരു റോസാപ്പൂവ് കണ്ട് സന്തോഷത്തോടെ ഒന്ന് തൊട്ടു നോക്കി. എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ, പടിവാതിലിൽ ഒളിഞ്ഞു നോക്കുന്ന സുന്ദരികളെ പോലെ. എനിക്ക് അവിടം വിട്ടു പോരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. കണ്ട് നിൽക്കാൻ കൊതി തോന്നുന്ന ഒരു ഗാർഡൻ. ഞാനിട്ട ബിഗോണിയ പോസ്റ്റ് കണ്ടിട്ടാണ് എൻ്റെ കയ്യിൽ ഇത്രയും കളക്ഷൻ ഇല്ല എന്നറിഞ്ഞ് എന്നെ വിളിച്ച് എനിക്ക് വേണ്ടി ഓരോ ബിഗോണിയയിൽ നിന്നും തണ്ട് മുറിച്ച് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കറ്റാർ വാഴയും. മനോഹരമായ ഇൻഡോർ പ്ലാന്റ് വെക്കുന്ന ഒരു സ്റ്റാൻഡും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള നല്ല വൈറ്റ് കളറിലുള്ള പോട്ടുകളിലാണ് ഈ ഒരു സ്റ്റാൻഡിലെ ചെടികൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സിസി പ്ലാന്റും ഫേണ്, സാൻസവേരിയ എന്നീ ചെടികളൊക്കെ ഇതുപോലെ ഈ ഒരു സ്റ്റാൻഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്ത ജനലരികിൽ ഇതുപോലെ മണി പ്ലാന്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അഗ്ലോണിമ, റെഡ് ലേഡി, ഡിഫൻബാച്ചിയ എന്നീ ചെടികളുടെ കളക്ഷനൊക്കെ ഇതുപോലെ പടിയുടെ അടുത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടും വീട്ടുകാരെയും കാണിക്കാനുള്ള താല്പര്യം അവർക്കില്ലാത്തത് കൊണ്ട് ഞാൻ അവരെ ഇതിൽ നിന്നും ഒഴിവാക്കുകയാണ്. ആരുടെയും പ്രൈവസിയിൽ നമ്മൾ കൈകടത്താൻ പാടില്ല. അവർക്കതൊരു ബുദ്ധിമുട്ടും ആവാതിരിക്കട്ടെ. ഇതുപോലെ വീടും പരിസരവും ഭംഗിയോടെ പ്ലാന്റുകളും മറ്റും സെറ്റ് ചെയ്ത് നന്നാക്കിയെടുത്ത് വളരെ സന്തോഷകരമായി മുന്നോട്ട് പോവാൻ എല്ലാവരും ശ്രമിക്കുക. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നമുക്കുള്ള കരവിരുതുകളും കഴിവുകളും കണ്ട് മറ്റുള്ളവർ സന്തോഷിക്കട്ടെ. നിങ്ങളെല്ലാവരും വീടിൻ്റെ ഉമ്മറത്ത് ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലിയതാണ്. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനിയും കണ്ട് കൊതി തീരാത്തവർക്കായി അല്പം ബാക്കി വെച്ച് ഞാൻ വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.